ഇന്ന് നടന്ന ആംബുലൻസ് അസിസ്റ്റൻറ്റിൻ്റെ എൽ ജി എസ് ലെവലിലെ ആംബുലൻസ് അസിസ്റ്റൻറ്റിൻ്റെ മാത്സിൽ 20 ചോദ്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 81ാമത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡിൽ 12.5 മീറ്റർ വേഗതയിൽ ഓടുന്ന 150 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 350 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയമെടുക്കും? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇതിൽ തന്ന ക്വസ്റ്റ്യൻ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇതിൽ എഴുതി വെക്കാം. അപ്പോൾ ഇവിടെ തന്നത് സ്പീഡ് ഓഫ് ട്രെയിനിൻ്റെ വേഗത നമുക്ക് എത്രയൊക്കെയാണ്? 12.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടാമത് പറയുന്നത് വെച്ചാൽ ഇവിടെ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് എന്ന് എത്രയാണ്? ഡിസ്റ്റൻസ് ഓഫ് ട്രെയിൻ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ചെയ്താൽ അത് എത്ര തന്നിനി? 150 മീറ്റർ. അടുത്ത തന്നത് വെച്ചാൽ പാലത്തിൻ്റെ ഡിസ്റ്റൻസ് അത് എത്രയാണ്? 350. ഡിസ്റ്റൻസ് ഓഫ് ബ്രിഡ്ജ് എത്രയാണ്? 350. നമ്മളിവിടെ ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഈ പാലവും ട്രെയിനും അത് നമ്മൾ ഡിസ്റ്റൻസ് എത്ര എടുക്കുക? ഇത് രണ്ടിൻ്റെ സമ്മായിട്ട് എടുക്കുക. ഇവിടെ സമ്മ് എത്രയാണ്? 500 ആണ്. 500 മീറ്റർ ആണ് ഇവിടെ സമ്മ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ ഉണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈമാണ് സ്പീഡിൻ്റെ ഇക്വേഷൻ. നമുക്ക് ഇവിടെ വേണ്ടത് ഇതാണ്, ടൈമാണ് വേണ്ടത്. അപ്പം നമ്മൾ ടൈം എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇവിടെ എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാണ്? 500. അതേപോലെ സ്പീഡ് എത്രയാണ്? 12.5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം 500 ഡിവൈഡഡ് ബൈ 12.5 ഇങ്ങനെ ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ഇത് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല എന്നല്ല, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് എന്താക്കാം, ഈ 12.5 നമുക്ക് എന്താക്കാം, 50ൻ്റെ ടേംസിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഇൻറ്റു 4 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താകാം, അത് 50ലേക്ക് എത്തും. അതേപോലെ എന്ത് ചെയ്യുക, താഴിലും 4 ഉണ്ടാകുമ്പോൾ മുകളിൽ അതേപോലെ 4 ഉണ്ടാകണം. നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി ഇങ്ങനെ ഇത് തെറ്റൊന്നും വരില്ല. അതായത് ഇതും കട്ട് ചെയ്തു. അപ്പോൾ സാധാരണ നോർമൽ വെച്ച് നോക്കുമ്പോൾ അത് നേരത്തെ ഇതിലേക്ക് തന്നെ എത്തുമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 500 × 4 ഡിവൈഡ് ബൈ ഇവിടെ 50 അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം. ഇവിടെ ഇതും ഈ 50യും കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു 10 ഉണ്ട്. 10 × 4 അപ്പോൾ എത്ര? 40 സെക്കൻഡ് എടുക്കും. ഈ ട്രെയിൻ ഈ പാലത്തിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് 40 സെക്കൻഡ് എടുക്കും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഒന്നാമത്തെ ഇത് നമുക്ക് ഇവിടെ എത്തും. പിന്നെ രണ്ടാമത്തെ നോക്കാം. മകളുടെ വയസ്സിൻ്റെ 3 മടങ്ങ് അമ്മയുടെ വയസ്സ്. അമ്മയുടെ വയസ്സ് 51 ആണെങ്കിൽ മകളുടെ വയസ്സ് എത്ര? നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ റേഷ്യോ എടുത്തിട്ട് നമുക്ക് എഴുതാം. ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ 82. മകളുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അപ്പോൾ എത്രയാ? നമുക്കിവിടെ ഡോട്ടർ ചെയ്ത മദർ എന്ന് എഴുതിയെടുക്കാം. ഇവിടെ തന്നു വെച്ചാൽ 3 മടങ്ങാണ്. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 3 ആകും. ഈ പറയുന്ന 3 ആണ് ഇവിടെ തന്നെ 51. അമ്മയുടെ വയസ്സ് 51 ആണെങ്കിൽ അപ്പം എന്താ, ഇവിടെ 51 ആണ് ഇത്. നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പം ഇവിടെ തന്നത് എത്രയായിരിക്കും? ഈ 51 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടും? 17 കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഇതാക്കാം. ഇനി ജസ്റ്റ് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ എന്നാൽ ഇവിടെ എല്ലാത്തിൻ്റെ പേര് 3 മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ കിട്ടുമോ? 3 മടങ്ങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വരൂല, ഇത് കിട്ടൂല, ഇതും കിട്ടൂല, അപ്പോൾ ഇത് കിട്ടും. അങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക. അടുത്തത് നോക്കാം. എത്ര 1/8 ചേർന്നാലാണ് 1/2 ആകുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം കണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഓപ്ഷൻ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് അത് അതേപോലെ ചെയ്ത് നോക്കാം. എത്ര 1/8 ചേർന്നാലാണ് നമുക്ക് എത്ര കിട്ടുക, അതായത് എത്ര 1/8 ചേർന്നാൽ നമുക്ക് ഈ പറയുന്ന ഇത് കിട്ടുക, 1/2 കിട്ടുക. നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം അറിയോ, ഇവിടെ LCM ആണ്. നമുക്ക് ഇവിടെ ജസ്റ്റ് നോക്കാം, 1/8 + 1/8 ഈ 1/2 കിട്ടുമോ? നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അടിയിൽ ഇത് വന്നുകൊണ്ട് നമുക്ക് 8 അതേപോലെ എടുക്കാം, മുകളിൽ 2 ചെയ്തെടുക്കാം. അപ്പം ഇതും കട്ട് ചെയ്യുമ്പോൾ 1/4 ആവും. കിട്ടുമോ? ഇല്ല. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഒന്നും കൂടി 1/8 ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര വയ്ക്കുക? 3/8 കിട്ടും. അതാണോ? അല്ല. അടുത്ത അതേപോലെ ഒന്നും കൂടി 1/8 ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 1 2 3 4 4 അതേപോലെ എടുക്കുക, 8 എടുക്കുക. ഇവിടെ താഴത്തെ ഭാഗത്ത് 8 ഇല്ലോണ്ട് അതെല്ലാം കോമൺ ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇതാക്കുക. എങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്നാ നമുക്ക് എന്ത് ചെയ്യുക, ഇത് ഡയറക്റ്റ് കട്ട് ചെയ്ത് നോക്കുമ്പോൾ 1/2 കിട്ടും.
ഇങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ഇത് ഇവിടെ എത്തുന്നത്. ഈ പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് 4 ആണ് ആൻസർ. എത്ര എണ്ണം ചേർന്നാലാണ് 1 2 3 4 അങ്ങനെ അത്ര എണ്ണം ചേർന്നാലാണ് നമുക്ക് ഇത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 84. രണ്ട് സംഖ്യയുടെ ലസാഗുവും ഉസാഗുവും യഥാക്രമം 144 24 എന്നിവയായാൽ സംഖ്യകളിൽ ഒരെണ്ണം 72 ആയാൽ രണ്ടാമത്തെ സംഖ്യ എത്രയാണ്? ഏതാണ് രണ്ടാമത്തെ സംഖ്യ? അതായത് ലസാഗു ഇൻറ്റു ഉസാഗു. അതായത് നമുക്ക് പറയുന്നത് വെച്ചാൽ LCM ഇൻറ്റു HCF എന്ന് പറഞ്ഞാൽ നമ്പർ 1 ഇൻറ്റു നമ്പർ 2 തുല്യമായിരിക്കും. ഇവിടെ ഒരു നമ്പർ തന്നത് എത്രയാണ്? 72 അപ്പോൾ എത്രയാണ്? 72 അതായത് 144 ഇൻറ്റു 24 ഡിവൈഡ് ബൈ 72 ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ഇത് ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവും 72ൻ്റെ ഡബിളാണ് ഇത്. അപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് ഇതൊന്നും കട്ട് ചെയ്യുക, 2 കിട്ടും. അപ്പം 48 ആണ് ഇവിടുത്തെ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സംഖ്യ 48 ആണ് ഇവിടെ കിട്ടുന്നത്. ഇനി 85 ക്വസ്റ്റ്യൻ നമ്പർ 85 ജസ്റ്റ് നോക്കിയിട്ട് ഒറ്റ അവനെ കണ്ടെത്തുക. ഇതിലേതോ ഒറ്റ എന്ന് ചോദിക്കുന്നത്. നമുക്ക് ഇവിടെ ജസ്റ്റ് നോക്കുമ്പം അത്ര പെട്ടെന്ന് നമുക്ക് ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പക്ഷേ ഇവിടെ ഒരു നമുക്കൊരു ഇത് തന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് നോക്കാം. ഈ 38 എന്ന് പറയുന്നത് അത് പ്രൈം നമ്പർ അല്ല. 38 എന്ന് പറയുന്ന 2നെ കൊണ്ട് ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 45 എന്ന് പറഞ്ഞാൽ 9നെ കൊണ്ടും 5നെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഇത് നോക്കാം. 207 നമുക്ക് എന്താ ചെയ്യുക? 9നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് ശരിക്കും എങ്ങനെയാണ് എടുക്കാൻ അറിയോ? സം ഓഫ് ഡിജിറ്റ് ചെയ്യുമ്പം 9 കിട്ടുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ഇത് നമുക്ക് എന്താ ചെയ്യുക? 9ൻ്റെ ഡിവിസിബിൾ ആയിട്ട് നമുക്ക് എടുക്കാനും പറ്റും, അതേപോലെ 3ൻ്റെ ഡിവിസിബിൾ ആയിട്ട് എടുക്കാനും പറ്റും. അടുത്ത നമുക്ക് ഇത് ജസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഒരു ഡിവിസിബിലിറ്റി റൂളിൽ വെച്ച് നോക്കുമ്പോൾ ഈ 1 മുതൽ 9 വരെയുള്ള റൂള് അറിയുന്നവർക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും. ഇതെല്ലാം പറയുന്നത് 3ൻ്റെയും മറ്റേ 4ൻ്റെയും അങ്ങനെ ഏതെങ്കിലും നമ്പറിൻ്റെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ പറയുന്ന ഈ 3 സംഖ്യ. പക്ഷേ ഇത് നമുക്ക് ഒരിക്കലും 3നെ കൊണ്ട് പറ്റൂല. 3നെ കൊണ്ട് പറ്റൂല എന്ന് പറയാൻ കാരണം എന്നാ? 3 + 8 + 9 11 20. അത് നമുക്ക് ഒരിക്കലും ഇത് 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അതേപോലെ 9നെ കൊണ്ട് പറ്റൂല, 1നെ കൊണ്ടും പറ്റൂല. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഓപ്ഷൻ നമ്പർ C എടുക്കാൻ പറ്റും. അതാണ് നമുക്ക് ഇതാക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 86 നോക്കാം. 6 മാങ്ങയുടെ വാങ്ങിയ വില 5 മാങ്ങയുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭം എത്ര? നമുക്ക് ഇവിടെ ചോദിക്കുന്നത് വെച്ചാൽ 6 മാങ്ങ വാങ്ങിയതും അതിൻ്റെ വിറ്റ വില എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു ഇതിലൂടെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 6 മാങ്ങ എന്താക്കുക? ഇതിൻ്റെ 2ൻ്റെ നമുക്ക് LCM എടുത്താൽ മതി. ജസ്റ്റ് 5ൻ്റെ 6ൻ്റെ LCM എത്രയാണ്? 30. നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യുക ഇതിൻ്റെ വില 30 ആയിട്ട് എടുക്കുക. അപ്പം ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. നമുക്ക് ഇതിൻ്റെ 6ൻ്റെയും 5ൻ്റെ LCM എടുത്താൽ നമുക്ക് 30 കിട്ടും. അങ്ങനെയാണ് നമുക്ക് എന്താക്കുക? വാങ്ങിച്ച വില കിട്ടിയത് 30. അതേപോലെ എന്താക്കുക? 5 മാങ്ങ വിറ്റത് എത്രയാണ്? 30ക്കാണ്. വാങ്ങിച്ച വിലയും വിറ്റ വിലയും നമുക്ക് ഇതാക്കി. ഇവിടെ 5 മാങ്ങയാണ് വിറ്റിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഇവിടെ എത്രയുണ്ട്? 1. അപ്പോൾ ഇവിടെ ലാഭം എത്രയാണ്? 1 ആയിട്ട് എടുക്കാം. അതാണ് അങ്ങനെ നമുക്ക് ഇതിലേക്ക് ആൻസറിലേക്ക് സിമ്പിളായിട്ട് എത്താൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 87 എന്ന് പറയുന്നത് വെച്ചാൽ 5 സംഖ്യയുടെ ശരാശരി 41. 5 സംഖ്യയുടെ ആവറേജ് എത്ര? 41 ഇൻറ്റു 5. അതായത് സംഖ്യ നമുക്ക് എത്ര കിട്ടും? 205 കിട്ടും. അത് മാത്സിൻ്റെ മറ്റേ മൾട്ടിപ്ലിക്കേഷൻ്റെയും മറ്റേ റൂൾ മറ്റേ നമുക്ക് ഇതറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ എത്താൻ പറ്റും. അതെങ്ങനെ എത്താൻ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. 41 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 2 ആണ് ഈ പറയുന്ന 5. നമ്മൾ എന്താ ചെയ്യുക? ജസ്റ്റ് എന്താക്കുക? ഈ 410 ഡിവൈഡ് ബൈ 2. 410 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് അവിടെ എങ്ങനെ എത്താം? 205ലേക്ക് എത്താൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ആ റൂൾ അറിയെങ്കിൽ നമുക്ക് ഇതാക്കാം. വരുമ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ 1 മുതൽ 10 വരെയുള്ള നമ്പറിൻ്റെ റൂൾസും 11 വരെയുള്ള നമ്പേഴ്സിൻ്റെ റൂൾസും നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വരുന്ന ഇതിൽ സീരീസിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ 205 കിട്ടി. 5 നമ്പറിൻ്റെ ശരാശരി നമുക്ക് എത്രയാണ്? ശരാശരി 41. 5 നമ്പറിൻ്റെ സമ്മ എന്ന് പറയുന്നത് 205 കിട്ടി. 6ാമത്തെ നമ്പർ കൂടി ചേരുമ്പോൾ എത്രയായി? 205ൻ്റെ അപ്പുറം 6ാമത്തെ നമ്പർ എത്രയാണ്? 35. അപ്പം നമുക്ക് 240 കിട്ടി. ഇത് ഒരു ജസ്റ്റ് അറിയുന്നതൊക്കെ നമുക്ക് ഇത് മനസ്സിലാകാൻ പറ്റും. ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് നമുക്ക് 40 കിട്ടും.
ആവറേജ് അങ്ങനെ 40 കിട്ടി. ഇവിടെ ഓൾറെഡി ഡിവൈഡ് ചെയ്ത ഇതാണ് ശരാശരിയാണ് ഇവിടെ 41 കിട്ടിയത്. ഇനി നമുക്ക് എന്താക്കണം, അതിൻ്റെ ആവറേജ് കൂടി 6ാമത്തെ സംഖ്യയും കൂടി ചേർത്താൽ എത്രയാണ് നമുക്ക് ആവറേജ് നോക്കണ്ടേ. അതിന് അടുത്തത് നമുക്ക് ഇത് ജസ്റ്റ് നോക്കാം. ഇത് അധികം എല്ലാവർക്കും അറിയായിരിക്കും. 2 0 ഇതാക്കുമ്പം അതിൻ്റെ 2 പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് നമുക്ക് ഓപ്ഷൻ നമ്പർ ഇവിടെ ഇതിലേക്ക് എത്തും. അതാണ് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇത് നോക്കാം. ഇതിൻ്റെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ടാവും, 1 2 3 4 4 വരകളുണ്ട്. അടുത്ത 1 2 3 4 5 6 7 ഇവിടെ 7 ഉണ്ട്. അതേപോലെ 1 2 3 4 5 6 7 8 9 10 ഇവിടെ 10 ഉണ്ട്. അതായത് ഇവിടെ ജസ്റ്റ് നോക്കേണ്ടത് വെച്ചാൽ ഇവിടെ എത്ര കൂടുന്നു, 3 കൂടി പോകുന്നത്. അടുത്ത 4ാമത്തെ സീരീസിൽ എത്ര വരും, 13 വരും. അടുത്ത സീരീസിൽ 16 വരും. അല്ലാണ്ട് വേഗം പോയിട്ട് ഇങ്ങനെ വരച്ചിട്ട് നിങ്ങൾ എത്താൻ നിന്നെങ്കിൽ നിങ്ങൾക്ക് കുറേ ടൈം എടുക്കും. അതിലും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ജസ്റ്റ് ഇങ്ങനെ ഐഡിയാസിലേക്ക് നമുക്ക് മാറ്റിയിട്ട് ഇതാക്കാൻ പറ്റും. ലാസ്റ്റ് വേണമെങ്കിൽ ടൈമില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് മാർക്ക് ചെയ്തിട്ട് വെറുതെ നമുക്ക് ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി അടുത്തത് നമുക്ക് ABCDE എന്നീ 5 കുട്ടികൾ ഒരു വരിയിൽ നിൽക്കുന്നു. ബിയുടെയും ഡിയുടെയും ഇടയിൽ എ ഉണ്ട്. നമുക്ക് എന്താക്കാം, ബിയും ഡിൻ്റെ ഇടയിൽ എ ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു പോസിബിലിറ്റി വരും. അതേപോലെ എന്താക്കുക, ഇങ്ങനെയും വരും. അത് ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ 5 വരിയുണ്ട്. ഇവിടെ വല്ല പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് വേഗം കണ്ടെത്താൻ പറ്റും. അത് നമുക്ക് ഇത് കിട്ടി. അടുത്ത ഡിയുടെയും ഇയുടെയും ഇടയിൽ സി ഉണ്ട്. ഡിൻ്റെയും ഇൻ്റെ ഇടയിലും സി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ എഴുതാം. നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ ഇവിടെയും വരും. 2 നമുക്ക് കേസ് എടുക്കാൻ പറ്റും. 2 നമുക്ക് മോഡലാക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതാൻ പറ്റും. ഏറ്റവും അറ്റത്തുള്ള കുട്ടികൾ ആരെല്ലാമായിരിക്കും, 2 അറ്റത്തിലെ കുട്ടികൾ ആരായിരിക്കും, ഇയും ബിയും. ഇവിടെയും കണ്ടീഷൻ നമുക്ക് ഇയും ബിയും കിട്ടി. ചില സമയത്ത് അധികമാർക്കും അറിയായിരിക്കും, എക്സാമിനൊക്കെ കുറേ കഴിയുമ്പോഴത്തേക്ക് വേറൊരു രീതിയിൽ ഈ ബി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും, ചിലപ്പോൾ റൈറ്റ് സൈഡിലായിരിക്കും, ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും പറയുന്നുണ്ടാവുക. ഇവിടെ അങ്ങനെ പറയാത്തതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ ഇതിലേക്ക് എത്താൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 90ൻ്റെ ആൻസർ നമുക്ക് എയിലേക്ക് എത്താൻ പറ്റും. അടുത്ത് നോക്കാം. 15 ഡിവൈഡഡ് ബൈ 80 എന്ന് പറയുന്നത് എന്നാ x/30 ആണ്. നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി എടുക്കാം. അപ്പോൾ 30 ഇവിടെ എന്ന് വെച്ചാൽ എന്നാ, ഈ 30 എന്ന് പറയുന്നത് എന്നാ 3 × 10 ആണ്. ജസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് ഇവിടെ ഇതും ഉണ്ട്. അപ്പോൾ ഇവിടെ 6 ആയിട്ട് മാറി, ഇവിടെ 15 ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അത് കുറച്ചും കൂടി നമുക്ക് അപ്പുറത്ത് ഡീറ്റെയിൽ ആയിട്ട് വരച്ചുതരാം. ഇവിടെ കുറച്ചൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്. തന്നത് തരുന്ന 15 ഡിവൈഡ് ബൈ 80 x/30 ആണ്. ഇങ്ങനെ തന്നാൽ നമ്മൾ എന്താ ചെയ്യുക, ഇത് നേരെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഡിവൈഡ് ഉള്ളത് എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആവും, നേരെ തലയിരിന് പോകും. അപ്പോൾ എന്താക്കുന്നത്, 15 × 30 ഡിവൈഡ് ബൈ 80 = x കിട്ടി. നമ്മളത് എന്താക്കുന്നത്, ഡയറക്റ്റ് നമുക്കൊന്ന് ഇത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനൊന്നും ഒരിക്കലും ഡിവൈഡ് ചെയ്യാനൊന്നും പോകാൻ പാടില്ല. പോയാൽ കുറേ ടൈം എടുക്കും, നമുക്ക് സമയം നഷ്ടമല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. അത് നമുക്ക് കുറച്ചും കൂടി സ്മാർട്ടായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ 15 × 3 × 10 ഡിവൈഡ് ബൈ 6 × 3 എന്ന് പറഞ്ഞിട്ട് നമുക്കത് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങനെ കിട്ടിയ അവിടെ എന്താക്കണം, ജസ്റ്റ് ഇതും കട്ട് ചെയ്യാം. ഇതും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താക്കണം, ഈ 15 എന്ന് പറയുന്നത് നമുക്ക് എന്താ 5 × 3 ഇൻറ്റു നമുക്ക് 3 നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തില്ലേ. അടുത്തെന്താ 10 എന്താക്കുക, 5 × 2 ആക്കി എടുക്കുക. 3 ഇവിടെ ഉണ്ടല്ലോ, അത് മാറിപ്പോയി. 5 × 3 × 5 × 2 ആണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ പോകുന്നത്. അതേപോലെ എന്താക്കുക, ഇവിടെ 6 എന്ന് പറയുന്നത് 3 × 2 ആണ്. നമ്മൾ ഇതും കട്ട് ചെയ്ത് ഇതും കട്ട് ചെയ്താൽ 5 × 5 എത്ര, 25 ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് മാറ്റി ഇത്ര പെട്ടെന്ന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോയിട്ട് എടുക്കാൻ നിന്നാൽ നമ്മളെപ്പം ഇതായിട്ട് മാറും, അപ്പം കുറേ ലേറ്റായിട്ട് മാറും. അതിന് അടുത്ത് എന്താക്കാം, 5 കിലോ ഗോതമ്പിന് 91.50 രൂപ ആകുമെങ്കിൽ 153 രൂപയ്ക്ക് എത്ര കിലോ ഗോതമ്പ് കിട്ടും. ഇവിടെ 5 കിലോന് എത്രയാണ്, 5 കിലോ എന്ന് പറയുന്നത് 91.50. അതേപോലെ എന്നാക്കാം, ഇത് ജസ്റ്റ് നമുക്ക് കണ്ടപാട് മനസ്സിലാകാൻ പറ്റും. ഇവിടെ 153 എന്ന് പറയുന്നത് എന്നാ ഇതിൻ്റെ ഡബിളാണ്. അതേപോലെ ഇവിടെ എന്താക്കാം, ഇതിൻ്റെ ഡബിൾ എടുക്കുക,
10 കിലോ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ അതിനടുത്ത് നമുക്ക് നോക്കാം. 5 ഇൻറ്റു 5 ബ്രാക്കറ്റ് ഓഫ് 21 മൈനസ് 7 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് 7 ഇൻറ്റു 2 ചെയ്യുമ്പോൾ അത് എത്രയാണെന്ന് കിട്ടുക. ഈ ബോർഡ് മാസിൻ്റെ റൂൾ അറിയുന്നതൊക്കെ ജസ്റ്റ് മനസ്സിലാകേണ്ട വെച്ചാൽ ഇത് ഇതാക്കാം. ഇത് കണ്ടപാടെ നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് കുറച്ച് മൈനസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, 21ൻ്റെ പരം ഒരു 7 കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് നമുക്ക് ഇതാക്കാൻ പറ്റും. 14 നമുക്ക് കിട്ടും. ഇൻറ്റു 5 പ്ലസ് 7 ഇൻറ്റു 2 കിട്ടും. നമ്മൾ ആദ്യം ഈ സൈഡ് ഇതാക്കുക. അപ്പോൾ എത്ര, ഇത് നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു നമ്പർ 5ൻ്റെ ഒപ്പം ഇതാക്കാന്ന് വെച്ചാൽ 0 ഇടുക, എന്നിട്ട് നേരെ പകുതിയെടുക്കുക. ഒറ്റയടിക്ക് 70 കിട്ടി. അതേപോലെ ഇതെന്നാൽ 14 കിട്ടി. 84 ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഒറ്റയടിക്ക് കിട്ടി. അത്രേ പണിയിലും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ആൻസർ 84 കിട്ടി. അടുത്തത്, 6 ആളുകൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നു. എന്നാൽ ഒരാൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? അതായത് 6 ആൾ 10 ദിവസം. നമ്മൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട് വർക്കിന്. വരാൻ പോകുന്ന ഒരു സീരീസിൽ വർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം ഇത് പറയാം. അപ്പം ഇത് എന്ന് വെച്ചാൽ എന്നാ, എക്സ് ഇൻറ്റു 1 ആണ്. നമുക്ക് ഒറ്റയടിക്ക് ഈ എക്സ് കണ്ടെത്താനാണ് നമ്മളിവിടെ പറയുന്നത്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ 1 എടുത്തിട്ട് ഇപ്പുറത്ത് കൊണ്ടുപോവുക. 60 ഡിവൈഡ് ബൈ 1. എക്സ് എന്ന് പറയുന്നത് എത്ര, 60 ആണ്. നമുക്ക് ഇവിടെ ഇത് കിട്ടല് ആൻസർ കിട്ടുന്നത്. അടുത്ത നമുക്ക് നോക്കാം. 3 ഡിവൈഡ് ബൈ 30 ഡിവൈഡ് ബൈ 4 ഡിവൈഡ് ബൈ 26. നമ്മൾ ഇത് ജസ്റ്റ് കണ്ടെത്തുക എന്ന് പറയണ്ടേ. ഈ 3 ഡിവൈഡ് ബൈ ഇതെന്താക്കുക, ഈ നേരെ തലയിരിച്ചുണ്ട്. ഞാൻ പറഞ്ഞില്ല തലയിരിച്ച നേരെ തലയിരിച്ച നമുക്ക് എന്താ ചെയ്യുക, ഡിവൈഡ് ഇല്ലത് ഇൻറ്റു ആവുകയും ഡിവൈഡ് ഇല്ല മൾട്ടിപ്ലിക്കേഷൻ ആവുക, സബ്സ്ട്രാക്ഷൻ ഇല്ലത് പ്ലസ് ആവുകയും അങ്ങനെ ഇങ്ങനെ മാറും. അപ്പോൾ എന്താ ചെയ്താൽ 26 ഡിവൈഡ് ബൈ 4 ആണ്. ഇത് ജസ്റ്റ് കണ്ടപാടെ നമുക്ക് മനസ്സിലാൻ പറ്റും. ഇത് 13ൻ്റെ ഇവിടെ ഒരു 13, 2 13. ഞാൻ ഓൾറെഡി പറഞ്ഞു 2 ഇൻറ്റു 13 ആണ്. ഇങ്ങനെ വരുത്ത് ഇതും കട്ട് ചെയ്താൽ ഇത് വരും, കട്ട് ചെയ്യുക. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതും കട്ട് ചെയ്ത് 1/2 ആക്കാം. 3/2 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇത് ജസ്റ്റ് കണ്ടപാടെ നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ല. ഇത് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. 9 എത്രയാ, നമുക്ക് ഇത് കിട്ടണമെങ്കിൽ എന്താ വേണ്ടേ, ഇവിടെ 1.01 ചേർത്ത് നമുക്ക് എന്ത് കിട്ടും, ഒറ്റയടിക്ക് കിട്ടും. ഇവിടെ 0 കിട്ടി, ഇവിടെ 0 കിട്ടി, ഇവിടെ 1 വന്ന്, അതേപോലെ 2 കിട്ടി. 2 കിട്ടാൻ വേണ്ടിയിട്ട് എത്രയാണ് വേണ്ടതെന്ന് ചോദിക്കുന്നത്. അത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നോക്കിയാൽ ഉടനെ മനസ്സിലാവും. ഇത് പറ്റൂല, ഇത് വരില്ല എന്ന് പറയാൻ കാരണം എന്നാൽ, ഈ 1 2 ഇവിടെ അത്ര 3 ഉണ്ട്, അതുകൊണ്ട് അത് വരില്ല. ഇവിടെ 1 2 ഉണ്ട്, 2 വന്ന് നമുക്ക് ഇതൊരു പോസിബിലിറ്റി ഉണ്ട്. പോസിബിലിറ്റി ഉണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ ഒന്നിലേക്ക് എത്തൂലും. ഈ നമ്പറിൻ്റെ ഒപ്പം ഇത് കൂട്ടിയാൽ 1 എത്തൂലും. ഇതിൻ്റെ ഒപ്പം കൂട്ടിയാലും വലിയ കാര്യമൊന്നുമില്ല, അത് അവിടെ എത്തൂല. ഓൾറെഡി ഞാൻ പറഞ്ഞു. അടുത്തെന്താക്കാം, മാർച്ച് 1-ാം തീയതി തിങ്കളാഴ്ച ആയാൽ ആ മാസം എത്ര ചൊവ്വാഴ്ചകൾ കാണും? അതായത് മാർച്ച് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതാ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്നത് നമുക്ക് 31 ഉണ്ടാവും. ഈ മോൾ ഭാഗം വരുന്നത് എപ്പം 31 ഉണ്ടാവും, നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, മാർച്ച് 31 ഉണ്ടാവും. നമുക്കതങ്ങനെ മനസ്സിലാക്കാം. പിന്നെ അടുത്ത് പറയുന്നത് വെച്ചാൽ നമുക്ക് ജസ്റ്റ് രണ്ടാമത്തെ കാര്യം നോക്കാം. 1-ാം തീയതി തിങ്കളാഴ്ച. അപ്പോൾ 1-ാം തീയതി തിങ്കളാഴ്ച, 2-ാം തീയതി ചൊവ്വാഴ്ചവും. പിന്നെ അടുത്തത് എത്രയാണ്, ഇതിൻ്റെ ഒപ്പം 7 കൂട്ടാം. അപ്പോൾ എത്രയും 9 വരും. പിന്നെ അങ്ങനെ കൂട്ടി പോകാൻ 9, പിന്നെ 17 അല്ല 16, അങ്ങനെ കൂട്ടി പോവാം. 9 വരും, പിന്നെ 16 വരും, അതിൻ്റെ ഒപ്പം 7 കൂട്ടിയാൽ 23, പിന്നെ എത്ര 30. അപ്പോൾ എത്ര 1 2 3 4 5 ചൊവ്വാഴ്ചകൾ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇത് ജസ്റ്റ് നോക്കാം. ഇത് ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്, ഇതിൻ്റെ ഒപ്പം 1 കൂട്ടുന്നു, ഇതിൻ്റെ ഒപ്പം 2 കൂട്ടുന്നു, ഇതിൻ്റെ ഒപ്പം 3 കൂട്ടുന്നു. ഈ പ്രീവിയസ് നമ്പറിൻ്റെ ഒപ്പം ഓരോന്ന് ഇങ്ങനെ കൂട്ടി പോയെന്ന്. അപ്പം ഇവിടെ 4 കൂട്ടി, അടുത്ത എത്ര 5 കൂട്ടുന്നു, അങ്ങനെ നമുക്ക് 15 കിട്ടി. 25-ന് മുമ്പ് എത്ര അഭാജ്യ സംഖ്യ ഉണ്ട്? അഭാജ്യ സംഖ്യ എന്ന് പറയുമ്പോൾ പ്രൈം നമ്പേഴ്സ് എത്രയാ, 1 2 പിന്നെ 3 പിന്നെ 5 വരും, അല്ല 5 7 പിന്നെ 9 വരില്ല, 11 വരും, പിന്നെ 30, പിന്നെ എത്ര വരുത്ത് 70, പിന്നെ എത്ര 90, പിന്നെ എത്ര 23. ഇങ്ങനെ നമ്പർ വരും. 1 2 3 4 5 6 7 8 9, അങ്ങനെ നമുക്ക് 9 കിട്ടി. ഇനി അടുത്തത് കുറച്ച് ഇതാണ്. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. ഇവിടെ വെച്ചാൽ എത്രയാണ്, 0.0049 ആണ് വയ്ക്കുന്നത്. നമ്മൾ ആദ്യം എന്താക്കുക, ഈ സംഭവം എന്ന് വെച്ചാൽ എന്താ, നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. 49 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 ആണ് ഈ പറയുന്ന സംഖ്യ. ഒരു 0 മാറ്റാൻ വേണ്ടിയിട്ട്
എന്ത് ചെയ്യുക 10നെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അതേപോലെ 2 പൂജ്യം ആക്കാൻ 3 4 അങ്ങനെ 4 പൂജ്യമാക്കി നമ്മൾ എന്ത് ചെയ്യുക ഈ 100നെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക ഈ പറയുന്ന സാധനം എന്താ ഈ 49 പുറത്തെടുക്കുമ്പോൾ എത്രയും 7 കിട്ടി. ഇവിടെ റൂട്ട് 100 ഇൻറ്റു 100 ആണ്. അപ്പം റൂട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ റൂട്ട് ഇതിനും കൊടുക്കുക അപ്പോൾ ഇത് 10 കിട്ടി. ഇത് പുറത്തെടുക്കുമ്പോൾ 10 വന്ന് അതേപോലെ ഇൻറ്റു 10 കിട്ടി. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് സിമ്പിളായിട്ട് കിട്ടും, ഇത് കിട്ടും. അങ്ങനെ നമുക്ക് ഈ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇന്ന എക്സാം ഒട്ടുമിക്ക എല്ലാവർക്കും സിമ്പിളായിരിക്കും. അത് ആകെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആകെ ഈ പറയുന്ന ഈ ക്വസ്റ്റ്യൻസിലെ നമുക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ ഇതിലേ ഉണ്ടാവാൻ പറ്റൂല. വേറെ എല്ലാം സിമ്പിളാണ്. ഇത് ബാക്കിയൊക്കെ എല്ലാവർക്കും കിട്ടാവുന്ന ഒരു അത്ര ഈസിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ആവറേജ് നല്ല ഈസിയാണ്. 20ൽ 20 എല്ലാവർക്കും വാങ്ങാൻ പറ്റും. പിന്നെ സംശയമില്ലാതെ ചിലപ്പോൾ എവിടെയെങ്കിലും മാർക്ക് ചെയ്യുമ്പോൾ മിസ്സായതല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. അപ്പം ശരിയാന്നാൽ ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമും ഇതേപോലെ ഡിസ്കസ് ചെയ്തു